Hi dear students, welcome to CAT course offered by St. George's College, Advitra. This is paper 1, Fundamentals of Financial Accounting, video session number 18. So in this session, we will be discussing about different methods for calculating the depreciation. So here we have some practical problems also dealing with different methods of depreciation. So the first method that we are discussing, or the most familiar method for all the students, are the fixed installment method or the straight line method. So this is the first method for our discussion. നിങ്ങൾ എല്ലാവരും കേട്ടിട്ടുള്ള ഒരു മെത്തേഡാണ് straight line method. So what is the speciality of the straight line method? In this method, depreciation is equally charged throughout the useful life of the asset. അല്ലേ? അതായത് എത്ര വർഷമാണോ ആ വർഷങ്ങളിലെല്ലാം ഒരു നിശ്ചിത ഈക്വൽ എമൗണ്ട് നമ്മൾ അതിൻ്റെ ഡിപ്രീസിയേഷനായിട്ട് ചാർജ് ചെയ്യുന്ന മെത്തേഡിനെയാണ് നമ്മൾ സ്ട്രെയിറ്റ് ലൈൻ ഇൻഡിക്കേറ്റ്സ് ദ സെയിം എമൗണ്ട് ഈസ് ചാർജ്ഡ് ഫോർ ഡിഫറെൻറ്റ് സീരീസ് ഓഫ് ഇയേഴ്സ്. സോ ലെറ്റ്സ് സീ സം ഓഫ് ദി ഫീച്ചേഴ്സ് ഓഫ് ദി സ്ട്രെയിറ്റ് ലൈൻ മെത്തേഡ്. Here a fixed portion of the cost of the fixed asset is charged periodically as depreciation. അപ്പോൾ ഇവിടെ എപ്പോഴും ഇതിൻ്റെ എമൗണ്ടിൻ്റെ പ്രത്യേകത എന്താണ്? The fixed amount is charged every year and it will be a periodic allocation. And such depreciation becomes an equal amount and which will be paid in every period. അതായത് എല്ലാ വർഷവും ഒരു സിമിലർ എമൗണ്ട്, ഒരു സെയിം എമൗണ്ട് ആണ് നമ്മൾ പേ ഓഫ് ചെയ്യുന്നതെങ്കിലാണ് നമ്മൾ അതിനെ സ്ട്രെയിറ്റ് ലൈൻ മെത്തേഡ് എന്ന് വിളിക്കുന്നത്. സോ ആസ് പെർ ദി സ്ട്രെയിറ്റ് ലൈൻ മെത്തേഡ്, ദ വാല്യൂ ഓഫ് ഡിപ്രീസിയേഷൻ ക്യാൻ ബി കാൽക്കുലേറ്റഡ് ബൈ യൂസിങ് ദ ഫോർമുല വി മൈനസ് എസ് ഡിവൈഡഡ് ബൈ എൻ. സോ ഹിയർ വി മീൻസ് that is the cost of the asset. Okay, so that is the cost of the asset, and the S here means that is the scrap value of the asset, and N here means the number of years of purchase or the number of years of the useful life of this particular asset. So that are the concepts that comes under the fixed installment method. So V indicates the value and S indicates the scrap value and N indicates the number of useful life of the asset. So if you apply this particular formula, then you can find out the value of depreciation. So let's apply this formula in a question. നമ്മൾ ഇനി ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഒരു ഡിപ്രീസിയേഷൻ വാല്യൂ എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാം ഓൺ ദ ബേസിസ് ഓഫ് ദി സ്ട്രെയിറ്റ് ലൈൻ മെത്തേഡ്. സോ സീ ദ ക്വസ്റ്റ്യൻ. The machine is purchased for 7 lakh rupees and the expenses on its cartridge and installation 3 lakh. അപ്പോൾ നമുക്കറിയാം ഒരു അസറ്റ് അതിൻ്റെ റെഡി ടു യൂസ്, അസറ്റ് റെഡി ആക്കുന്ന എല്ലാ പ്രൊസീജിയറും അതിൻ്റെ കോസ്റ്റിൻ്റെ ഭാഗമായിട്ട് വരും. അതിൻ്റെ ഇൻസ്റ്റലേഷൻ ആവാം, അല്ലെങ്കിൽ അതിൻ്റെ റിപ്പയർസ് ആവാം, കാർട്ടേജ് ആവാം, ട്രാൻസ്പോർട്ടേഷൻസ് ആവാം. ഇതെല്ലാം എന്തിൻ്റെ പാർട്ടായിട്ട് വരും? ആ അസറ്റിൻ്റെ പാർട്ടായിട്ട് വരും. അതെല്ലാം കൂടെ കൂടുന്നതാണ് എന്തെന്ന് പറയുന്നത്? ആ അസറ്റിൻ്റെ കോസ്റ്റ് എന്ന് പറയുന്നത്. സോ കാൽക്കുലേറ്റ് ദ എമൗണ്ട് ഓഫ് ഡിപ്രീസിയേഷൻ അറ്റ് 20% per annum അക്കോർഡിംഗ് ടു സ്ട്രെയിറ്റ് ലൈൻ മെത്തേഡ്. അപ്പോൾ നമ്മൾ ചാർജ് ചെയ്യുന്ന ഡിപ്രീസിയേഷൻ്റെ പെർസെൻറ്റേജ് 20% ആണ്. സ്ട്രെയിറ്റ് ലൈൻ മെത്തേഡിലാണ് ചാർജ് ചെയ്യുന്നത്. For the year ending on 31st March 2020 if the machines are purchased on. അപ്പോൾ നമ്മൾ ഈ ഓരോ ഡേറ്റ് നമുക്ക് ക്വസ്റ്റ്യൻ അത് തന്നേക്കാണ്. നമ്മൾ ഇനി എന്ത് ചെയ്യണം? നമ്മൾ ഡിപ്രീസിയേഷൻ ചാർജ് ചെയ്യണം. അപ്പോൾ നമുക്കറിയാലോ, ഡിപ്രീസിയേഷൻസ് നമ്മൾ യൂഷ്വലി ചാർജ് ചെയ്യുന്നത് അറ്റ് ദി എൻഡ് ഓഫ് എ ഫൈനാൻഷ്യൽ ഇയർ ആണ്. അപ്പം നമുക്കറിയാം, നമ്മുടെ സ്റ്റാർട്ടിംഗ് എന്ന് പറഞ്ഞാൽ 1st April നമ്മളുടെ എൻഡിങ് എന്ന് പറയുന്നത് 31st March ആണ്. ഈ ഒരു രീതിയിൽ അസറ്റ് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് എന്ത് ചാർജ് ചെയ്യാൻ പറ്റുള്ളൂ? 20% ചാർജ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ എപ്പോഴും അസറ്റ് ഒരു സ്റ്റാർട്ടിംഗ് ഡേറ്റ് തന്നെ ഉണ്ടാകണമെന്നോ പർച്ചേസ് ചെയ്യണമെന്നോ നിർബന്ധമുണ്ടോ? ഇല്ല, പല ഡേറ്റ്സിൽ നമുക്ക് വാങ്ങിക്കാം. അപ്പോൾ നമ്മൾ കൃത്യമായിട്ടും അതിൻ്റെ നമ്പർ ഓഫ് മന്ത്സ് ഓഫ് ഇറ്റ്സ് യൂസും കൂടെ നോക്കിയിട്ട് വേണം എന്ത് ചെയ്യാനായിട്ട്? ഡിപ്രീസിയേഷൻ ചാർജ് ചെയ്യാനായിട്ട്. ഓക്കെ, സോ ലെറ്റ്സ് മൂവ് എഹെഡ് വിത്ത് ദി സൊല്യൂഷൻ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? നമുക്ക് ഡിപ്രീസിയേഷൻ ഇവിടെ കാൽക്കുലേറ്റ് ചെയ്യണം. ഡിപ്രീസിയേഷൻ 20% ആണെന്ന് പറഞ്ഞു. അപ്പോൾ നമുക്ക് നേരത്തെ കണ്ടതാണ് ഫോർമുല വി മൈനസ് ദി സ്ക്രാപ്പ് വാല്യൂ ഡിവൈഡഡ് ബൈ n നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് ഡിപ്രീസിയേഷൻ കിട്ടും. അപ്പോൾ നമ്മൾ ഏറ്റവും ആദ്യം എന്ത് കാൽക്കുലേറ്റ് ചെയ്യണം? വാല്യൂ കാൽക്കുലേറ്റ് ചെയ്യണം.
വാല്യൂ എന്ന് പറഞ്ഞാൽ കോസ്റ്റ് കേട്ടോ. അപ്പോൾ കോസ്റ്റ് ചെയ്യുമ്പോൾ നമ്മുടെ പർച്ചേസ് അസറ്റിൻ്റെ വാല്യൂ എത്രയാണ് 7 lakhും അതുപോലെ തന്നെ ഇൻസ്റ്റലേഷൻ്റെ ചാർജ് 3 lakhുമാണ്. അപ്പോൾ നമ്മുടെ ടോട്ടൽ വാല്യൂ ഓഫ് ദി അസറ്റ് എത്രയായി 10 lakh ആയി. ഇനി നമ്മൾ എന്ത് ചെയ്യണം, ഡിപ്രീസിയേഷൻ കണ്ടുപിടിക്കണം. അതിൻ്റെ അകത്ത് സ്ക്രാപ്പ് വാല്യൂ പറഞ്ഞിട്ടുണ്ടോ ക്വസ്റ്റ്യൻ? അത് പറഞ്ഞിട്ടില്ല. അപ്പോൾ കോസ്റ്റ് എത്രയാണ് 10 lakh, ഡിപ്രീസിയേഷൻ 20%. അപ്പോൾ അസറ്റ് ഒരു വർഷം മുഴുവൻ ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ ഡയറക്റ്റ്ലി 20% ചാർജ് ചെയ്താൽ മതി. പക്ഷേ പല മാസങ്ങളിലാണ് ഈ അസറ്റുകൾ വാങ്ങി, നമുക്കിവിടെ പല ഡേറ്റുകളാണ് തന്നേക്കുന്നത്. അപ്പോൾ അതിനനുസരിച്ച് നമ്മൾ എന്ത് ചെയ്യണം, നമ്മുടെ ഡിപ്രീസിയേഷൻ്റെ എമൗണ്ട് കുറഞ്ഞുകൊണ്ടിരിക്കും. അപ്പോൾ ഏറ്റവും ആദ്യത്തേത് പറഞ്ഞേക്കുന്നത് 1st April നിന്നാണ് പറഞ്ഞേക്കുന്നത്. അപ്പോൾ നമ്മൾ എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യും? 10 lakh ഇതിൻ്റെ കോസ്റ്റ്, 20% ഇതിൻ്റെ ഡിപ്രീസിയേഷൻ. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് എത്രയാണ്, നമ്മൾ ഫസ്റ്റ് മാസം നമ്മളത് പർച്ചേസ് ചെയ്തിട്ടുണ്ടെങ്കിൽ 12 ഡിവൈഡഡ് ബൈ 12 തന്നെയാണ് അല്ലേ. എത്ര മാസം ഉപയോഗിക്കാം? 12 മാസം ഉപയോഗിക്കാം. ഡിവൈഡഡ് ബൈ 12 അല്ലേ, 12 ഡിവൈഡ് ബൈ 12. അപ്പോൾ എന്തായി 2 lakh ആയിരിക്കും ആദ്യത്തെ വർഷം. നമ്മൾ 1st April ഈ അസറ്റ് വാങ്ങിച്ചിരിക്കുന്നതെങ്കിൽ നമ്മൾ ചാർജ് ചെയ്യേണ്ടത്. ഇനി നമുക്ക് അടുത്ത് തന്നേക്കുന്നത് നിങ്ങൾ ക്വസ്റ്റ്യനകത്ത് നോക്കിയാൽ അറിയാം 1st July ആണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, ഡേറ്റ് കാൽക്കുലേറ്റ് ചെയ്യണം. ജൂലൈ, ഓഗസ്റ്റ്, സെപ്റ്റംബർ, ഒക്ടോബർ, നവംബർ, ഡിസംബർ, ജനുവരി, ഫെബ്രുവരി, മാർച്ച്. ഓക്കെ, അപ്പോൾ എത്ര മാസമുണ്ട്? 9 മാസമുണ്ട്. അപ്പോൾ അതാണ് 9/12 നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യുന്നത്. സോ ദ ആൻസർ വിൽ ബി 1,50,000. ഓക്കെ, അപ്പോൾ ഇത് കൃത്യമായിട്ട് ഈ ഒരു പാർട്ടിലാണ് അതിൻ്റെ എമൗണ്ട് ഡിപ്രീസിയേഷൻ വരേണ്ടത്. അടുത്തത് 1st October. അപ്പോൾ നമ്മൾ എണ്ണി നോക്കണം. ഒക്ടോബർ ഫുള്ള്, നവംബർ, ഡിസംബർ, ജനുവരി, ഫെബ്രുവരി, മാർച്ച് വരെയുള്ള സമയങ്ങൾ എന്ന് പറയുമ്പോൾ മാർച്ച് ഇൻക്ലൂഡഡ് ആണ്. അപ്പോൾ 6 months ആണ്. അപ്പം 10 lakh ഇൻറ്റു 20% ഇൻറ്റു 6/12 1 lakh. അതുപോലെ തന്നെ നമുക്ക് പറഞ്ഞേക്കുന്നതുണ്ട് 1st January ഉണ്ട്. 1st January എന്ന് പറഞ്ഞാൽ ജാനുവരി, ഫെബ്രുവരി, മാർച്ച് 3 മാസമേ ഉള്ളൂ. അവിടത്തേക്ക് എന്താണ് 10 lakh ഇൻറ്റു 20% ഇൻറ്റു 3/12 ആണ്. അത് 50,000 ആണ്. അപ്പോൾ നമുക്കിവിടെ നിങ്ങളുടെ പ്രിൻറ്റിങ്ങിൻ്റെ അകത്ത് ചെറിയൊരു മിസ്റ്റേക്ക് ആണ്. ഇത് പർട്ടിക്കുലർലി ഇല്ല, ഇത് ഒരെണ്ണം താഴേക്ക് വരണം. അപ്പോൾ നമ്മുടെ ഡിപ്രീസിയേഷൻ ചാർജ് ചെയ്യുന്നത് ഓൺ ദ ബേസിസ് ഓഫ് നമ്പർ ഓഫ് മന്ത്സ് ഇറ്റ് കുഡ് ബി യൂസ്ഡ് ആണ്. അപ്പോൾ അത് ഡിവൈഡഡ് ബൈ 12 ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഡിപ്രീസിയേഷൻ വാല്യൂസ് ഈസി ആയിട്ട് കാൽക്കുലേറ്റ് ചെയ്തെടുക്കാനായിട്ട് പറ്റും. വളരെ സിമ്പിളായിട്ടുള്ള ഒരു കാൽക്കുലേഷൻ മെത്തേഡാണ് സ്ട്രെയിറ്റ് ലൈൻ മെത്തേഡിലുള്ളത്. ഈ പറയുന്ന ഡിപ്രീസിയേഷൻ നമ്മൾ എല്ലാ വർഷങ്ങളിലും ഈക്വൽ ആയിട്ട് ചാർജ് ചെയ്യും. അപ്പോൾ ആ ഒരു പ്രോസസ്സിനെയാണ് നമ്മൾ സ്ട്രെയിറ്റ് ലൈൻ മെത്തേഡ് എന്ന് പറയുന്നത്. Now coming to the next method, the second popular method ആണ് റിട്ടേൺ ഡൗൺ വാല്യൂ മെത്തേഡ് അല്ലെങ്കിൽ ഡിമിനിഷിംഗ് വാല്യൂ മെത്തേഡ് എന്ന് പറയും. അപ്പോൾ നമുക്ക് ഇവിടുത്തെ പ്രത്യേകത എന്താണ്? റിട്ടേൺ ഡൗൺ വാല്യൂസിനെ ബേസ് ചെയ്തിട്ടാണ് നമ്മൾ ഡിപ്രീസിയേഷൻ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. അതാണ് ഇവിടുത്തെ പ്രത്യേകത. എന്ന് വെച്ചാൽ ഇവിടെ ഈക്വൽ എമൗണ്ട് ആയിരിക്കില്ല നമ്മൾ എന്ത് ചെയ്യുന്നത്, എല്ലാ വർഷവും നമ്മൾ ഡിപ്രീസിയേഷൻ ആയിട്ട് ചാർജ് ചെയ്യുന്നത് ഓൺ ദ ബേസിസ് ഓഫ് ദ റെഡ്യൂസ്ഡ് വാല്യൂ. അപ്പോൾ ഓരോ വർഷവും ഡിപ്രീസിയേഷൻ ചാർജ് ചെയ്ത് അതിൻ്റെ അസറ്റിൻ്റെ വാല്യൂ റെഡ്യൂസ് ചെയ്തിട്ട് ആ റെഡ്യൂസ്ഡ് വാല്യൂവിനെ ബേസ് ചെയ്തിട്ടായിരിക്കും നെക്സ്റ്റ് ഇയറിൽ നമ്മൾ ഡിപ്രീസിയേഷൻസ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ആ മെത്തേഡിനെയാണ് നമ്മൾ ഡിമിനിഷിംഗ് ബാലൻസ് മെത്തേഡ് എന്ന് പറയുന്നത്. സോ ഡിപ്രീസിയേഷൻ ഈസ് കാൽക്കുലേറ്റഡ് അറ്റ് എ ഫിക്സ്ഡ് പെർസെൻറ്റേജ് ഇൻ ദി ഫസ്റ്റ് ഇയർ. ഫസ്റ്റ് ഇയറിൽ നമ്മൾ മുമ്പേ സ്ട്രെയിറ്റ് ലൈൻ മെത്തേഡ് കാൽക്കുലേറ്റ് ചെയ്തതുപോലെ തന്നെ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യും. ബട്ട് ഇൻ സബ്സിക്വൻറ്റ് ഇയേഴ്സ് ഇറ്റ് ഈസ് കാൽക്കുലേറ്റഡ് അറ്റ് ദി സെയിം പെർസെൻറ്റേജ് ഓൺ ദ റിട്ടേൺ ഡൗൺ വാല്യൂസ്. അപ്പോൾ പെർസെൻറ്റേജിൽ മാറ്റമൊന്നുമില്ല, പക്ഷെ നമ്മൾ റിട്ടേൺ ഡൗൺ വാല്യൂവിനെ ബേസ് ചെയ്തിട്ടായിരിക്കും നമ്മൾ എന്ത് ചെയ്യുന്നത്, അതിൻ്റെ ഡിപ്രീസിയേഷൻസ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. അപ്പം സ്ട്രെയിറ്റ് ലൈൻ മെത്തേഡും ഡിമിനിഷിംഗ് വാല്യൂ മെത്തേഡും തമ്മിലുള്ള പ്രധാനപ്പെട്ട വ്യത്യാസം, സ്ട്രെയിറ്റ് ലൈൻ മെത്തേഡിൽ ഡിപ്രീസിയേഷൻസ് യൂസ്ഫുൾ ലൈഫിലെല്ലാം സെയിം ആണെങ്കിൽ ഡിമിനിഷിംഗ് വാല്യൂ മെത്തേഡിൽ അതിൻ്റെ ഡിപ്രീസിയേഷൻ വാല്യൂസ് വിൽ ബി എൻറ്റയർലി ഡിഫറെൻറ്റ്. Now let's see an example. On 1/1/2018 a machine was purchased for 1 lakh and 50,000 was paid for installation. അപ്പോൾ ടോട്ടൽ കോസ്റ്റ് ഓഫ് ദി മെഷീൻ എന്ന് പറയുന്നത് എന്തായിരിക്കും, ഇത് രണ്ടും കൂടെ ആഡ് ചെയ്യുന്നതായിരിക്കും. 1 lakhും 50,000 1,50,000 ആണ്. അസ്യൂമിങ് ദ റേറ്റ് ഓഫ് ഡിപ്രീസിയേഷൻ 10% and in reducing balance method calculate depreciation up to 31/12/2020. അപ്പോൾ ഈ ക്വസ്റ്റ്യനിൽ നമുക്ക് ഡേറ്റ് തന്നിരിക്കുന്നതനുസരിച്ച് 1/1 അക്കൗണ്ടിങ് ഇയർ സ്റ്റാർട്ട് ചെയ്യുന്നത്. അതുപോലെ തന്നെ 31/12 വരെയാണ് ഇതിൻ്റെ അക്കൗണ്ടിങ് പീരീഡ് എൻഡ് ചെയ്യുന്നത്. അപ്പോൾ ആ കാര്യം ഓർത്തോണം. 1/4ഉം 31/3ഉം അല്ല, 1/1 ഇത് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ 2018 1-ാം തീയതി നമ്മൾ എന്ത് ചെയ്തു, 1,50,000 രൂപ ഉള്ള അസറ്റ് നമ്മൾ വാങ്ങിച്ചു. അപ്പോൾ നമ്മൾ മുമ്പേ പറഞ്ഞു ഫസ്റ്റ് ഇയറിൽ നമ്മൾ എപ്പോഴും കാൽക്കുലേറ്റ് ചെയ്യുന്നത് നോർമൽ ബേസിസിലാണ്. അപ്പോൾ 1,50,000 അതിൻ്റെ 10% എന്ന് പറയുന്നത് എത്രയായിരിക്കും, 15,000 ആണ്. ഓക്കെ, അപ്പം ഫസ്റ്റ് ഇയറിലെ ഡിപ്രീസിയേഷൻ 15,000.
അപ്പോൾ 1,50,000 നിന്ന് 15,000 റെഡ്യൂസ് ചെയ്യുമ്പം എത്രയായിരിക്കും? 1,35,000. ഇനി നമ്മൾ എന്ത് ചെയ്യണം? ഈ 1,35,000 നെക്സ്റ്റ് ഇയറിൻ്റെ സ്റ്റാർട്ടിംഗ് വാല്യൂ ആയിട്ട് എടുക്കണം. കാരണം റെഡ്യൂസ്ഡ് വാല്യൂവിനെ ബേസ് ചെയ്തിട്ടാണല്ലോ നമ്മൾ എന്ത് ചെയ്യുന്നത്? ഡിപ്രീസിയേഷൻ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. അപ്പോൾ സെക്കൻഡ് ഇയറിൽ വരുമ്പോഴത്തേക്കും ആ അസറ്റിൻ്റെ ഓപ്പണിംഗ് വാല്യൂ എത്രയായിരിക്കും? 1,35,000. ഇനി എന്ത് ചെയ്യണം? 1,35,000 ബേസ് ചെയ്തുകൊണ്ട് 10% കാണണം. അത് 13,500 ആണ്. ഇനി എന്ത് ചെയ്യണം? ഈ 13,500 നമ്മൾ 1,35,000 നിന്ന് ഡിഡക്റ്റ് ചെയ്യണം. അപ്പോൾ നമുക്ക് കിട്ടുന്ന വാല്യൂ ആണ് 1,21,500. ഇനി ഈ 1,21,500 ആണ് ലാസ്റ്റ് ഇയറിൽ ഓപ്പണിംഗ് വാല്യൂ ആയിട്ട് വരുന്നത്. എന്നിട്ട് അതിൻ്റെ 10% കാൽക്കുലേറ്റ് ചെയ്യുക. അപ്പോൾ 12,150. ആ 12,150 നമ്മുടെ ഒറിജിനൽ കോസ്റ്റിൽ നിന്ന് ഡിഡക്റ്റ് ചെയ്യുക. അപ്പോൾ നമുക്ക് കിട്ടും 1,09,350. ഇനി ഈ 1,09,350 ആയിരിക്കും 2021 സ്റ്റാർട്ടിലേക്ക് വരുന്നത്. എന്നിട്ട് അതിൻ്റെ 10% നമ്മൾ എന്തായിട്ട് കാണും? ഡിപ്രീസിയേഷൻ ആയിട്ട് കാണും. അങ്ങനെ നമ്മൾ ഇതിൻ്റെ യൂസ്ഫുൾ ലൈഫ് എത്ര വർഷമാണോ അത്രയും വർഷങ്ങളിൽ നമ്മൾ ചാർജ് ചെയ്ത് പോകുന്നതിനെയാണ് നമ്മൾ ഡിമിനിഷിങ് വാല്യൂ മെത്തേഡ് എന്ന് പറയുന്നത്. നിങ്ങൾക്ക് ഫെമിലിയർ ആയിട്ടുള്ളൊരു മെത്തേഡാണ്. നമ്മൾ ഇതിൻ്റെ ഒരുപാട് ഇല്ലുസ്ട്രേഷൻസ് ബുക്കിൽ കൊടുത്തിട്ടുണ്ട്. ആ ഇല്ലുസ്ട്രേഷൻസ് ഒക്കെ നിങ്ങൾക്ക് നോക്കാവുന്നതാണ്. അപ്പോൾ നമ്മൾ നമ്മുടെ കഴിഞ്ഞ വീഡിയോയിൽ കണ്ട പോലെ ഇതെല്ലാം ടൈമിനെ ബേസ് ചെയ്തിട്ടുള്ള കാൽക്കുലേഷൻസ് ആണ്. അതിൽ പോപ്പുലർ ആയിട്ടുള്ള 2 മെത്തേഡാണ്. ഒന്ന് സ്ട്രൈറ്റ് ലൈൻ മെത്തേഡും 2 ഡിമിനിഷിങ് ബാലൻസ് മെത്തേഡും. ഇനി മൂന്നാമത്തേതാണ് സിങ്കിങ് ഫണ്ട് മെത്തേഡ്. നിങ്ങൾ ഓർക്കുന്നുണ്ടാവും, സിങ്കിങ് ഫണ്ട് മെത്തേഡ് ഏത് മെത്തേഡുമായിട്ട് റിലേറ്റ് ചെയ്യുന്നതാണ്? ക്യാപിറ്റലുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്ന മെത്തേഡാണ്. സിങ്കിങ് ഫണ്ട് ഈസ് എ ഫണ്ട് ക്രിയേറ്റഡ് വിത്ത് എ സ്പെസിഫിക് പർപ്പസ്. അപ്പോൾ എന്താണ് ഈ സിങ്കിങ് ഫണ്ട് എന്ന് പറയുന്നത്? അതൊരു സ്പെസിഫിക് ആയിട്ടുള്ള ഒരു റിക്വയർമെൻറ്റ് മീറ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്ന ഫണ്ടിനെയാണ് നമ്മൾ സിങ്കിങ് ഫണ്ട് എന്ന് പറയുന്നത്. അതിനകത്ത് ചില റിക്വയർമെൻറ്റ്സുകൾ ഏതൊക്കെയാണെന്ന് നോക്കിക്കോളൂ. ലൈക്ക് റീപേയിങ് എ ലോങ് ടൈം ലൈബിലിറ്റി, നമ്മൾ എടുത്തേക്കുന്ന ഒരു ലോങ് ടൈം ലൈബിലിറ്റി പേ ഓഫ് ചെയ്യാൻ വേണ്ടി, അല്ലെങ്കിൽ ഫോർ റീപ്ലേസിങ് എ വേസ്റ്റിംഗ് അസറ്റ് ലൈക്ക് മൈൻസ്, ഓർ റീപ്ലേസിങ് ആൻ അസറ്റ് അണ്ടർ ഡിപ്രീസിയേഷൻ, ഓർ റിന്യൂ എ ലീസ് എക്സെട്ര. അപ്പോൾ ഇങ്ങനെയുള്ള ചില ആവശ്യങ്ങൾ നമ്മുടെ മുമ്പിൽ വരുമ്പോൾ നമ്മൾ അതിൻ്റെ ഫണ്ട് കണ്ടെത്താനായിട്ട് നമ്മൾ ചെയ്യുന്ന ഒരു മെത്തേഡാണ് എന്തെന്ന് പറയുന്നത്? സിങ്കിങ് ഫണ്ട് മെത്തേഡ് എന്ന് പറയുന്നത്. ഇതാണ് നമ്മൾ മൂന്നാമത്തെ ഒരു പോപ്പുലർ ആയിട്ടുള്ള മെത്തേഡാണ് സിങ്കിങ് ഫണ്ട് മെത്തേഡ്. സോ നമുക്ക് ഇതിനകത്തെ സ്റ്റെപ്പുകൾ നോക്കാം. അണ്ടർ ദിസ് മെത്തേഡ് ദി അസറ്റ് ഈസ് കെപ്റ്റ് ഇൻ ദി ബുക്സ് അറ്റ് ഇറ്റ്സ് ഒറിജിനൽ കോസ്റ്റ്. അപ്പോൾ നമ്മളൊരു അസറ്റ് പർച്ചേസ് ചെയ്യുവാണെങ്കിൽ നമ്മൾ അന്നേരം തന്നെ എന്ത് ചെയ്യും? അതിൻ്റെ ഒറിജിനൽ കോസ്റ്റിൽ ഈ പർട്ടിക്കുലർ അസറ്റ് നമ്മൾ ബുക്സ് ഓഫ് അക്കൗണ്ടിൽ റെക്കോർഡ് ചെയ്യും. ആൻഡ് എവറി ഇയർ during the estimated life of an asset, an equal amount of depreciation is charged to P&L account. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ ഇതിൻ്റെ യൂസ്ഫുൾ ലൈഫ് കണ്ടെത്തിയിട്ട് ഒരു ഫിക്സ്ഡ് എമൗണ്ട് എല്ലാ വർഷവും നമ്മൾ എന്ത് ചെയ്യാണ്? പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിലേക്ക് നമ്മൾ ചാർജ് ചെയ്യാം. ചാർജ് ചെയ്യുക എന്ന് പറഞ്ഞാൽ അതിനർത്ഥം എന്താണ്? പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിനെ ഡെബിറ്റ് ചെയ്യുക എന്നുള്ള മീനിങ് ആണ് അവിടെ ഉള്ളത്. ഓക്കെ, പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിനെ ഡെബിറ്റ് ചെയ്തു. ആൻഡ് ക്രെഡിറ്റ് ഗോസ് ടു സിങ്കിങ് ഫണ്ട് അക്കൗണ്ട്. അപ്പോൾ എല്ലാ വർഷവും ഒരു ഈക്വൽ എമൗണ്ട് കണ്ടെത്തിയിട്ട് നമ്മൾ എന്ത് ചെയ്യണം? ആദ്യം P&L അക്കൗണ്ടിനെ ഡെബിറ്റ് ചെയ്ത് സിങ്കിങ് ഫണ്ട് അക്കൗണ്ടിനെ നമ്മൾ ക്രെഡിറ്റ് ചെയ്യണം. അറ്റ് ദ സെയിം ടൈം എ പ്രൊവിഷൻ ഫോർ റീപ്ലേസ്മെൻറ്റ് ഓഫ് അസറ്റ് ഈസ് മെയ്ഡ് ബൈ ഇൻവെസ്റ്റിംഗ് ആൻ ഈക്വൽ എമൗണ്ട് ടു ദി ഡിപ്രീസിയേഷൻ ചാർജ്. ഇനി ഈ കണ്ടെത്തിയിരിക്കുന്ന ഈ എമൗണ്ട് നമ്മൾ എന്ത് ചെയ്യണം? അത് നമ്മൾ പർട്ടിക്കുലർലി ഒരു ഇൻവെസ്റ്റ്മെൻറ്റിലേക്ക് നമ്മൾ അതിനെ മാറ്റണം. അങ്ങനെ ഇൻവെസ്റ്റ്മെൻറ്റുകളിലേക്ക് മാറ്റി അതിൽ നിന്ന് കിട്ടുന്ന റിട്ടേൺ യൂസ് ചെയ്തുകൊണ്ട് വേണം നമ്മൾ എന്ത് ചെയ്യാൻ? നമ്മൾ പുതിയ അസറ്റുകൾ വാങ്ങിക്കാനായിട്ട്. അപ്പോൾ നമുക്ക് കിട്ടുന്ന എമൗണ്ട് വെറുതെ നമ്മൾ ബിസിനസ്സിൽ വെക്കുകയല്ല, അതിനെ പർട്ടിക്കുലർലി ഒരു ഇൻവെസ്റ്റ്മെൻ്റ് ആയിട്ട് നമ്മൾ കൺവേർട്ട് ചെയ്യും. ലൈക്ക് വി വിൽ ബി ക്രെഡിറ്റിംഗ് ദാറ്റ് ഇറ്റ് ഇൻ ടു ദി ബാങ്ക്. നമ്മൾ ബാങ്കിലേക്ക് അതിനെ മാറ്റി നമ്മൾ ആ എമൗണ്ട് നമ്മൾ പുതിയൊരു അസറ്റ് എന്താണോ നമ്മുടെ കോസ്റ്റ് റിക്വയർമെൻറ്റ് അത് മീറ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യും. The interest received on the investment is credited to depreciation fund account is also reinvested likewise. അപ്പോൾ നമുക്കറിയാലോ ഇതിൻ്റെ ഇൻട്രസ്റ്റ് നമുക്ക് കിട്ടും. ആ ഇൻട്രസ്റ്റ് നമ്മൾ വീണ്ടും റീഇൻവെസ്റ്റ് ചെയ്ത് ബിസിനസ്സിന് അതൊരു ഇൻകം ആക്കി ഡെവലപ്പ് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. ഇതാണ് സിങ്കിങ് ഫണ്ട് മെത്തേഡ് എന്ന് പറയുന്നത്. ആൻഡ് ഇൻ സിങ്കിങ് ഫണ്ട് മെത്തേഡ് ദ ഡിപ്രീസിയേഷൻ ക്യാൻ ബി കാൽക്കുലേറ്റഡ് ബൈ യൂസിങ് ദി ഫോർമുല 1 plus I into n minus 1. 1 plus I here means depreciation is equal to CI means cost of the asset ആണ്, cost of the asset. I here means the rate of depreciation and n here means the useful life of the asset. ഓക്കെ, നമ്മൾ നേരത്തെ പറഞ്ഞ അതേ ടൈപ്പ് ഓഫ് ഫോർമുല തന്നെയാണ് ഇവിടെ യൂസ് ചെയ്യുന്നത്. പക്ഷേ ഇവിടെ n-1 എന്നുള്ള ഒരു കോൺസെപ്റ്റും കൂടെ നമ്മൾ യൂസ് ചെയ്യുന്നു.
ഇനി ഇവിടെ നമ്മൾ ചാർജ് ചെയ്യുന്ന ചില ജേണൽ എൻട്രീസ് കൂടെയാണ് നമ്മൾ നോക്കുന്നത്. ഇവിടെ നിങ്ങൾ നോക്കിക്കോളൂ, നമ്മൾ ആദ്യത്തെ വർഷത്തിൽ നമ്മൾ ചെയ്യുന്ന പ്രൊസീജിയറാണ്. നമുക്കറിയാം, നമ്മൾ ആ പ്രൊസീജിയർ പറഞ്ഞു. എന്താണ്? നമ്മളൊരു ഈക്വൽ എമൗണ്ട് ആണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, നമ്മൾ ഐഡന്റിഫൈ ചെയ്യുന്നത്. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യും, ഇത് നമ്മൾ P&L അക്കൗണ്ടിലേക്ക് ചാർജ് ചെയ്യും. അങ്ങനെയെങ്കിൽ ആദ്യത്തെ ജേണൽ എൻട്രി എന്തായിരിക്കും? പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ഡെറ്റർ ടു ഡിപ്രീസിയേഷൻ ഫണ്ട് അക്കൗണ്ട്. അല്ലെങ്കിൽ നമുക്ക് എളുപ്പത്തിന് നമുക്ക് എന്ത് ചെയ്യാം, സിങ്കിങ് ഫണ്ട് അക്കൗണ്ട് നമുക്ക് വേണമെങ്കിൽ എഴുതാം. കാരണം അതല്ലേ നമ്മൾ സിങ്കിങ് ഫണ്ട് മെത്തേഡാണ്. അപ്പോൾ നമുക്ക് അങ്ങനെ ഓർത്തിരുന്നാൽ മതി, സിങ്കിങ് ഫണ്ട് അക്കൗണ്ട്. ഇനി ഈ എമൗണ്ട്, കിട്ടുന്ന എമൗണ്ട് നമ്മൾ എന്ത് ചെയ്യും, ഇൻവെസ്റ്റ്മെന്റ് ആയിട്ട് നമ്മൾ അതിനെ കൺവേർട്ട് ചെയ്യും. അപ്പോൾ അതാണ് ഇൻവെസ്റ്റ്മെന്റ്, സിങ്കിങ് ഫണ്ട് ഇൻവെസ്റ്റ്മെന്റ് അക്കൗണ്ട് ഡെറ്റർ ടു ബാങ്ക് അക്കൗണ്ട്. ഇതാണ് നമ്മൾ ഏറ്റവും ആദ്യത്തെ വർഷം ചാർജ് ചെയ്യുന്ന 2 എൻട്രി. എമൗണ്ട് കണ്ടെത്തി, അത് P&L അക്കൗണ്ടിലേക്ക് ചാർജ് ചെയ്യുന്നു. P&L അക്കൗണ്ടിൽ നിന്നാണ് ആക്ച്വലി ആ എമൗണ്ട് കണ്ടെത്തുന്നത്. അതാണ് ചാർജിങ് ടു P&L അക്കൗണ്ട് എന്ന് പറയുന്നത്. എന്നിട്ട് ആ എമൗണ്ട് നമ്മൾ ഇൻവെസ്റ്റ്മെന്റ് ആയിട്ട് കൺവേർട്ട് ചെയ്തു എന്ന് പറഞ്ഞാൽ അത് നമ്മൾ ബാങ്കിൽ ഇടുകയാണ് ചെയ്യുന്നത്. ഇനി 2ാം വർഷം തൊട്ട് നമ്മൾ സബ്സീക്വന്റ് ഇയറിൽ ചെയ്യുന്ന കാര്യങ്ങളാണ് ഇനി പറയാൻ പോകുന്നത്. നമ്മൾ ആദ്യം എന്ത് ചെയ്യണം, നമ്മൾ ആ എമൗണ്ട് P&L അക്കൗണ്ടിൽ നിന്ന് കണ്ടെത്തണം. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും, പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിനെ ഡെബിറ്റ് ചെയ്യും, സിങ്കിങ് ഫണ്ട് അക്കൗണ്ടിനെ നമ്മൾ എന്ത് ചെയ്യും, ക്രെഡിറ്റ് ചെയ്യും. 2ാം വർഷം തൊട്ട് നമുക്ക് എന്ത് ചെയ്യും, നമ്മൾ ഈ ഇൻവെസ്റ്റ്മെന്റിൽ നിന്ന് നമുക്ക് റിട്ടേൺ കിട്ടുന്നുണ്ട്, എന്ത്, ഇൻട്രസ്റ്റ് റിട്ടേൺ കിട്ടുന്നുണ്ട്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യും, ബാങ്ക് അക്കൗണ്ട് ഡെറ്റർ ടു ഇൻട്രസ്റ്റ് അക്കൗണ്ട്. ആ ഇൻട്രസ്റ്റിനെ നമ്മൾ വീണ്ടും എന്ത് ചെയ്യുന്നുണ്ട്, നമ്മൾ റീഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ട്. അപ്പം അതാണ് ഇൻട്രസ്റ്റ് ടു സിങ്കിങ് ഫണ്ട് അക്കൗണ്ട്. പിന്നെ നമ്മൾ എന്ത് ചെയ്യുന്നു, ആ ഓരോ വർഷം കിട്ടിയിരിക്കുന്ന നമ്മൾ ക്രിയേറ്റ് ചെയ്തിരിക്കുന്ന സിങ്കിങ് ഫണ്ട് എമൗണ്ട് നമ്മൾ എന്ത് ചെയ്യാണ്, ബാങ്കിലേക്ക് ചാർജ് ചെയ്തേക്കാണ്. അപ്പോൾ ഈ 2 പ്രോസസ്സ് നമ്മൾ എല്ലാ വർഷവും ചെയ്യണം. പിന്നെ 2ാം വർഷം തൊട്ട് എന്തുണ്ട്, ഇൻട്രസ്റ്റ് കിട്ടുന്നുണ്ട്. ആ ഇൻട്രസ്റ്റിനെ റീഇൻവെസ്റ്റ് ചെയ്യുകയും കൂടെ ചെയ്യണം. ഇനി പിന്നെയുള്ള എൻട്രീസ് ആണ് നമുക്ക് സബ്സീക്വന്റ് ഇയേഴ്സിലേക്ക് വേണ്ടിയുള്ളത്. എസ്പെഷ്യലി നമ്മൾ ഈ പറയുന്ന അസറ്റുകൾ പർച്ചേസ് ചെയ്യുമ്പോൾ നമ്മൾ ഈ പറയുന്ന ഇൻവെസ്റ്റ്മെന്റ് വിൽക്കണം, അല്ലേ? അപ്പോൾ ഇൻവെസ്റ്റ്മെന്റ് വിൽക്കുന്ന കേസിൽ നമ്മളുള്ള എൻട്രി ആണ് ഇൻവെസ്റ്റ്മെന്റ് അക്കൗണ്ട് ഡെറ്റർ ടു സിങ്കിങ് ഫണ്ട് അക്കൗണ്ട്. അപ്പോൾ അവിടെ നമുക്ക് വിറ്റാൽ പ്രോഫിറ്റ് ആണെങ്കിൽ നമ്മൾ സിങ്കിങ് ഫണ്ട് അക്കൗണ്ടിനെ ക്രെഡിറ്റ് ചെയ്യും. എന്നാൽ നമുക്ക് ലോസ് ആണ് വരുന്നതെങ്കിൽ എന്ത് ചെയ്യണം, സിങ്കിങ് ഫണ്ട് അക്കൗണ്ടിനെ ഡെബിറ്റ് ചെയ്യണം. ഇതിൻ്റെ ഓപ്പോസിറ്റ് എൻട്രി ആണ്, നമുക്ക് ഒരു ലോസ് ഉണ്ടാവുകയാണെങ്കിൽ നമ്മൾ ചാർജ് ചെയ്യും. അപ്പം നമുക്ക് എപ്പോഴാണോ ഇതിൻ്റെ റിക്വയർമെൻറ്റ് വരുന്നത് അന്നേരം നമ്മൾ ഈ ഇൻവെസ്റ്റ്മെൻറ്റ് അക്കൗണ്ടിനെ നമ്മൾ റിയലൈസ് ചെയ്ത് നമ്മൾ പൈസയാക്കി മാറ്റി നമ്മൾ ആ പർട്ടിക്കുലർ റിക്വയർമെൻറ്റ് മീറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. നമുക്കിതിൻ്റെ ഒരു എക്സാമ്പിളും കൂടെ നമുക്ക് നോക്കാം. അപ്പോൾ നിങ്ങൾക്കത് കുറച്ചും കൂടെ ക്ലിയർ ആവും. ചോദ്യം ഇതാണ്: On 1/7/2016, a machinery was purchased for 1,10,000 and spent 6,000 for its installation. അപ്പോൾ നമ്മുടെ ടോട്ടൽ കോസ്റ്റ് എന്ന് പറയുന്നത് ഇത് രണ്ടും കൂടെ കൂട്ടുന്നതായിരിക്കും 1,16,000. ആൻഡ് ദ എക്സ്പെക്റ്റഡ് ലൈഫ് ഈസ് 4 years. അസറ്റ് യൂസ് ചെയ്യാവുന്ന 4 വർഷത്തേക്കാണ്. ആൻഡ് ദ സ്ക്രാപ്പ് വാല്യൂ ഈസ് 16,000. അപ്പോൾ നിങ്ങൾക്ക് അറിയാം 1,16,000 ആണ് ഇതിൻ്റെ ഒറിജിനൽ കോസ്റ്റ്. അപ്പോൾ ഈ 1,16,000 എന്ന് സ്ക്രാപ്പായ 16,000 കുറച്ച് കഴിയുമ്പോഴത്തേക്കും നമ്മളുടെ ഒറിജിനൽ കോസ്റ്റ് ഓഫ് ദി അസറ്റ് എത്രയായിട്ട് മാറുവാണ്, 1 lakh ആയിട്ട് മാറുവാണ്. അപ്പോൾ നമ്മുടെ ഈ അസറ്റിൻ്റെ കോസ്റ്റ് 1 lakh മാത്രമാണ്. ഇനി ഡിസൈഡിങ് ദ റീപ്ലേസിങ് ദ മെഷീൻ ഓൺ ദി എക്സ്പയറി ഓഫ് ഇറ്റ്സ് ലൈഫ്. നമ്മുടെ ഇവിടുത്തെ റീസൺ എന്താണ്, ഈ അസറ്റ് 4 വർഷം കഴിയുമ്പോൾ നമുക്ക് എന്ത് ചെയ്യണം, റീപ്ലേസ് ചെയ്യണം. അപ്പോൾ അതിനുവേണ്ടി നമ്മൾ സിങ്കിങ് ഫണ്ട് ക്രിയേറ്റ് ചെയ്ത് ഇൻവെസ്റ്റ് ചെയ്യുകയാണ്. അപ്പോൾ ആ ഇൻവെസ്റ്റ്മെൻറ്റ് 5% റിട്ടേൺ ആണ് നമുക്ക് തരുന്നത്. ഓൺ 3/6/2020 ദ മെഷീൻ വാസ് സോൾഡ് ഓഫ് വിത്ത് എ സ്ക്രാപ്പ് വാല്യൂ ഓഫ് 18,000 ആൻഡ് ദ ഇൻവെസ്റ്റ്മെൻറ്റ് വാസ് റീറ്റെയിൻഡ് അറ്റ് 5% ലെസ് ദാൻ ദ ബുക്ക് വാല്യൂ. അപ്പോൾ 30/6 നമ്മൾ എന്ത് ചെയ്തു, 2020 4 വർഷം കഴിഞ്ഞപ്പോൾ നമ്മൾ ഈ അസറ്റ് വിറ്റു. അപ്പോൾ നമ്മളത് റിയലൈസ് ചെയ്തേക്കുന്ന 5% ലെസ് ദാൻ ദ ബുക്ക് വാല്യൂലാണ്. ഓൺ ദ സെയിം ഡേറ്റ് നമ്മൾ എന്ത് ചെയ്തു, പുതിയൊരു മെഷീനറി പർച്ചേസ് ചെയ്തു 1,25,000. അപ്പോൾ നമ്മളോട് പ്രിപ്പയർ ചെയ്യാൻ പറഞ്ഞേക്കുവാണ് സിങ്കിങ് ഫണ്ടുമായിട്ട് റിലേറ്റ് ചെയ്തേക്കുന്ന എൻട്രീസ് അല്ലെങ്കിൽ അതിൻ്റെ അക്കൗണ്ടുകൾ. അപ്പോൾ നമുക്ക് നോക്കാം. നമ്മൾ ആദ്യം ക്രിയേറ്റ് ചെയ്യുന്നത് സിങ്കിങ് ഫണ്ട് അക്കൗണ്ടാണ്. അപ്പോൾ നിങ്ങൾ ആലോചിച്ച് നോക്കിക്കോളൂ. നമ്മൾക്കിവിടെ നമ്മുടെ കാൽക്കുലേഷൻ പറഞ്ഞേക്കുന്ന എല്ലാം പറഞ്ഞിട്ടുണ്ട്. അതായത് നമ്മുടെ ആക്ച്വൽ കോസ്റ്റ് ഓഫ് ദി അസറ്റ് എന്ന് പറഞ്ഞാൽ 1 lakh ആണ്. അതായത് 1,10,000 കൂടെ 6,000 ഇൻസ്റ്റലേഷൻ കോസ്റ്റ് ആഡ് ചെയ്തു, എന്നിട്ട് സ്ക്രാപ്പ് വാല്യൂ ഡിഡക്ട് ചെയ്തു. അപ്പോൾ നമുക്ക് 1 lakh എന്നുള്ള വാല്യൂ കിട്ടി. ഇനി നമ്മൾ എന്താണ് സിങ്കിങ് ഫണ്ടിലേക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യേണ്ടത്, അത് ഏറ്റവും അവസാനം പറഞ്ഞിട്ടുണ്ട്. സിങ്കിങ് ഫണ്ട് ടേബിൾ ഷോസ് ദാറ്റ് 0.2320 will be invested every year will produce ₹1 at the end of the 4th year. അപ്പോൾ നമുക്ക് കിട്ടുന്ന റിട്ടേണിനെ പറ്റിയാണ് പറഞ്ഞേക്കുന്നത്. അത് 0.2320 ആണ്. അപ്പോൾ നമുക്ക് എത്ര റിട്ടേൺ ആയിട്ട് കിട്ടും എന്നുള്ളതാണ് അതിൻ്റെ അകത്ത് പറഞ്ഞേക്കുന്നത്.
അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, ആ ആനുവൽ കോൺട്രിബ്യൂഷൻ നമുക്ക് ഒരു ഫിക്സ്ഡ് എമൗണ്ട് എവറി ഇയർ നമ്മൾ കോൺട്രിബ്യൂട്ട് ചെയ്യണമെന്നാണല്ലോ നമ്മൾ പറഞ്ഞേക്കുന്നത്. അപ്പോൾ ആ ഫിക്സ്ഡ് എമൗണ്ട് കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടി 1 lakh into 0.2320 ചെയ്യുക. അപ്പോൾ നമ്മൾ 23,200 rupees ആണ് എല്ലാ വർഷവും നമ്മൾ കോൺട്രിബ്യൂട്ട് ചെയ്യേണ്ടത്. അപ്പോൾ നമ്മുടെ ജേണൽ എൻട്രി എന്തായിരിക്കും? ഫസ്റ്റ് ഇയറിൽ നമ്മൾ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിനെ ചാർജ് ചെയ്യും, പി ആൻഡ് എൽ അക്കൗണ്ടിനെ ഡെബിറ്റ് ചെയ്യും, ആൻഡ് ക്രെഡിറ്റ് ഗോസ് ടു സിങ്കിങ് ഫണ്ട് അക്കൗണ്ട്. അപ്പോൾ അതാണ് ഇവിടുത്തെ ആദ്യത്തെ എൻട്രി, ബൈ പി ആൻഡ് എൽ അക്കൗണ്ട് 23,200. അത് മാത്രമല്ലേ ഉള്ളൂ. പിന്നെ നമ്മൾ എന്ത് ചെയ്യുകയാണ് ചെയ്യുന്നത്? ഈ എമൗണ്ട് ഇൻവെസ്റ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അത് നമ്മുടെ ഇവിടെ എൻട്രി വരത്തില്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നു? ആ അക്കൗണ്ടിനെ ബാലൻസ് ചെയ്യുന്നു 23,200. എന്നിട്ട് ഈ ബാലൻസ് അടുത്ത വർഷം സ്റ്റാർട്ടിംഗ് ബാലൻസ് ആയിട്ട് വരുവാണ് 23,200. ഇനി രണ്ടാം വർഷം തൊട്ട് നമ്മൾ എന്ത് ചെയ്യണം? വീണ്ടും ഈ പറയുന്ന സെയിം എമൗണ്ട് തന്നെ നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ പി ആൻഡ് എൽ അക്കൗണ്ടിൽ ചാർജ് ചെയ്യണം. അതിന് മാറ്റമൊന്നുമില്ല. പക്ഷേ രണ്ടാം വർഷം തൊട്ടുള്ള പ്രത്യേകത എന്താണ്? നമ്മൾ എന്താണോ ഇൻവെസ്റ്റ് ചെയ്തത് അതിന് എന്ത് കിട്ടും? അതിന് റിട്ടേൺ കിട്ടും. എത്ര ശതമാനം? 5% റിട്ടേൺ കിട്ടും. അപ്പം 23,200ന്റെ 5% ആണ് 1,160 കേട്ടോ. അപ്പോൾ എന്താണോ അതിൻ്റെ ഓപ്പണിങ് അതിനെ ബേസ് ചെയ്തിട്ടാണ് എന്ത് ചെയ്യുന്നത്? ഇൻട്രസ്റ്റ് കാൽക്കുലേഷൻ വരുന്നത്. അപ്പോൾ 1,160. അപ്പോൾ എന്ത് ചെയ്യണം? ഇതെല്ലാം കൂടെ ടോട്ടൽ ചെയ്തിട്ടുള്ള എമൗണ്ട് ആണ് നമ്മുടെ ഇവിടുത്തെ ബാലൻസ്, ആ വർഷത്തെ ബാലൻസ് ക്യാരി ഡൗൺ ആയിട്ട് വരുന്നത് 47,560. അപ്പോൾ ഈ 47,560 അടുത്ത വർഷത്തെ ഓപ്പണിംഗ് ബാലൻസ് ആയിട്ട് വരും. ഓക്കെ. ഇനി അടുത്ത വർഷവും നമ്മൾ എന്ത് ചെയ്യണം? ഒരു ഫിക്സ്ഡ് എമൗണ്ട് തന്നെ സിങ്കിങ് ഫണ്ടിലേക്ക് മാറ്റണം. അപ്പോൾ 23,200 തന്നെ മാറ്റി. പിന്നെ ആ വർഷം എന്ത് കിട്ടും? 5% റിട്ടേൺ കിട്ടും. അത് എന്തിനെ ബേസ് ചെയ്തിട്ടാണ്? ഓപ്പണിംഗ് വാല്യൂവിനെ ബേസ് ചെയ്തിട്ടാണ്. അപ്പോൾ 47,560യുടെ 5% കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ നമുക്കുള്ള ഇൻട്രസ്റ്റ് കിട്ടും 22,378. ഇനി എന്ത് ചെയ്യുക? ഇത് മൂന്നും കൂടെ ടോട്ടൽ ചെയ്തിട്ട് വരുന്നതാണ് ആ വർഷത്തെ ബാലൻസ് ക്യാരി ഡൗൺ ആയിട്ട് വരുന്നത് 73,138. ആ 73,138 അടുത്ത വർഷത്തെ എന്തായിട്ട് മാറും? ഓപ്പണിംഗ് ബാലൻസ് ആയിട്ട് മാറും. അപ്പോൾ നാലാമത്തെ വർഷവും ഒരു സിമിലർ എമൗണ്ട് തന്നെ നമ്മൾ എന്ത് ചെയ്യണം? കീപ്പ് ചെയ്യണം. അത് 23,200 തന്നെയാണ്. നമ്മൾ എന്ത് ചെയ്യണം? ഇൻട്രസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്യണം. ഓപ്പണിംഗ് വാല്യൂവിനെ ബേസ് ചെയ്തിട്ടാണ് ഇൻട്രസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. കാരണം ആ വാല്യൂ ആണല്ലോ കഴിഞ്ഞ വർഷം ഉണ്ടായിരുന്നത്. അപ്പം 3,657. പിന്നെ നമുക്കറിയാം ആ വർഷമാണ് അസറ്റ് വിൽക്കുന്നത്. ആ അസറ്റ് വിൽക്കുമ്പോൾ നമുക്ക് 5% ലെസ്സിലാണ് റിയലൈസ് ചെയ്യുന്നത്. ഓക്കെ, 5% ലെസ്സിലാണ്. അപ്പോൾ നമ്മൾ റിയലൈസേഷൻ കാൽക്കുലേറ്റ് ചെയ്യുന്നത് എന്തിനാണ്? ഓപ്പണിങ്ങിനെ ബേസ് ചെയ്തിട്ടാണ്. 5% എന്ന് പറയുന്നത് തന്നെയാണ് 3,657. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ബാക്കിയുള്ളത് എമൗണ്ട് ബാലൻസ് ആയിട്ട് എഴുതണം 96,338. അപ്പോൾ ഇതാണ് സിങ്കിങ് ഫണ്ട് അക്കൗണ്ട് എന്ന് പറയുന്നത്. ഇനി രണ്ടാമത്തേതാണ് എന്തൊക്കെയാണോ ഈ ഫണ്ട് ഉള്ളത് അതെല്ലാം നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? റീഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ റീഇൻവെസ്റ്റ്മെൻറ്റും കൂടെ നമ്മൾ കൺസിഡർ ചെയ്യണം. അപ്പോൾ ആദ്യത്തെ വർഷം 23,200 ആണ് റീഇൻവെസ്റ്റ് ചെയ്തത്. അപ്പോൾ ആദ്യത്തെ വർഷം എന്തില്ല? ഇൻട്രസ്റ്റ് ഒന്നും ഇല്ല. അപ്പോൾ അതിൻ്റെ ബാലൻസ് ക്യാരി ഡൗൺ എന്ന് പറഞ്ഞ് നമ്മൾ എഴുതുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇത് ഏത് സൈഡിലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്? ഇൻവെസ്റ്റ്മെൻ്റ് ആയതുകൊണ്ട് ഡെബിറ്റ് സൈഡിലാണ് അതിൻ്റെ സ്റ്റാർട്ടിങ് വരുന്നത്. ഇനി ഈ 23,200 അടുത്ത വർഷത്തെ ഓപ്പണിംഗ് ബാലൻസ് ആയിട്ട് വരും. അപ്പോൾ ഇവിടെ നമ്മൾ എന്തൊക്കെ കാര്യങ്ങൾ എഴുതണം? എത്രയാണോ നമ്മൾ ഓരോ വർഷവും മാറ്റി വെക്കുന്നത് അത് പ്ലസ് ആ വർഷത്തിലെ ഇൻട്രസ്റ്റ്, ഇത് രണ്ടും കൂടെയാണ് ചാർജ് ചെയ്യേണ്ടത്. അപ്പോൾ അതെത്രയാണ്? 24,360. അപ്പോൾ രണ്ടാമത്തെ വർഷത്തെ ബാലൻസ് എന്ന് പറയുന്നത് 47,560 ആയിരിക്കും. ഇത് നമ്മുടെ അടുത്ത വർഷത്തെ ഓപ്പണിംഗ് ബാലൻസ് ആയിട്ട് വരും. അവിടെ നമ്മൾ ഓരോ വർഷവും ചാർജ് ചെയ്യേണ്ട സിങ്കിങ് ഫണ്ടിൻ്റെ എമൗണ്ടും അതിൻ്റെ ഇൻട്രസ്റ്റും കൂടെ എഴുതണം. അതാണ് 25,578. അപ്പോൾ അത് രണ്ടും കൂടെ ടോട്ടൽ ചെയ്യുമ്പോൾ 73,138 കിട്ടും. അപ്പോൾ ലാസ്റ്റ് ഇയറിലെ ബാലൻസ് 73,130. അപ്പോൾ നമ്മൾ മുമ്പേ പറഞ്ഞ സിങ്കിങ് ഫണ്ട് അക്കൗണ്ടിനെ ബേസ് ചെയ്ത് തന്നെയാണ് സിങ്കിങ് ഫണ്ട് ഇൻവെസ്റ്റ്മെൻറ്റ് അക്കൗണ്ട് നമ്മൾ പ്രിപ്പയർ ചെയ്യുന്നത്. ഓക്കെ, ലാസ്റ്റ് ഇയറിൽ നമുക്ക് അവിടെ ഒരു ലോസ് ഉണ്ട്. ലോസ് കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട് 3,657. അപ്പോൾ മിച്ചമുള്ള എമൗണ്ട് 69,481. ആ വാല്യൂ ആണ് ലാസ്റ്റ് ഇയറിലേക്ക് നമ്മുടെ സെയിൽസ് വാല്യൂ ആയിട്ട് വരുന്നത്. അപ്പോൾ ഇതാണ് സിങ്കിങ് ഫണ്ട് ഇൻവെസ്റ്റ്മെൻറ്റ് അക്കൗണ്ട്. അപ്പോൾ ഇതിനെ ബേസ് ചെയ്ത് നമുക്ക് ഒരു അസറ്റിൻ്റെ റീപ്ലേസ്മെൻ്റ് ആകുമ്പോൾ നമുക്ക് വേണ്ട എമൗണ്ട് നമ്മുടെ കയ്യിൽ ലാസ്റ്റ് ഇയറിലാകുമ്പോഴത്തേക്കും നമുക്ക് ഉണ്ടാവും. സോ ഇതാണ് സിങ്കിങ് ഫണ്ട് മെത്തേഡ് എന്ന് പറയുന്നത്. സോ നമ്മൾ 3 പ്രധാനപ്പെട്ട മെത്തേഡുകളാണ് ഇപ്പോൾ ഡിസ്കസ് ചെയ്തത്. ഒന്നാമത്തേത് സ്ട്രെയിറ്റ് ലൈൻ മെത്തേഡ്, രണ്ടാമത്തേത് ഡിമിനിഷിങ് വാല്യൂ മെത്തേഡ്, മൂന്നാമത്തേത് സിങ്കിങ് ഫണ്ട് മെത്തേഡ്. സോ അതർ ചില ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മെത്തേഡുകൾ കൂടെ ഉണ്ട്. അത് നമുക്ക് നെക്സ്റ്റ് വീഡിയോസിൽ ഡിസ്കസ് ചെയ്യാം. ഓക്കെ, so let's wind up the video session. Thank you. We can meet in the next video.